ഹലോ എവ്രി വൺ. ഇന്നത്തെ ട്യൂട്ടോറിയൽ ഈ ഒരു കുഞ്ഞൻ മാലാഖയാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള യാൺസ് ബ്ലൂ കളറ്, പിന്നെ വൈറ്റും ബീജും ആണ്. പിന്നെ പോളിഫൈബർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ 2mm ഒരു ഹുക്കുമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വളരെ ചെറുതാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ചെറിയ ഹുക്കാണ്. നിങ്ങൾ വലിയ ഹുക്ക്, വലിയ തിക്കറായിട്ടുള്ള യാൺസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബിഗ്ഗർ സൈസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഫസ്റ്റ് സ്റ്റെപ്പ് ബോഡി പാർട്ടിൻ്റെ ആണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മാജിക് റിംഗ് ആണ്. മാജിക് റിങ്ങിലോട്ട് 2 ചെയിൻ സ്റ്റിച്ചസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 11 ഡബിൾ ക്രോഷേ ആണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. മാജിക് റിങ് 2 ചെയിൻ, ദെൻ 11 ഡബിൾ ക്രോഷേ. പതിനൊന്ന് ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം നമ്മൾ മാജിക് റിങ് ക്ലോസ് ചെയ്യുക നല്ല ടൈറ്റ്ലി. അതിനുശേഷം നമ്മൾ 2 ചെയിൻ ചെയ്തതിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണ്. 2 ചെയിൻ ചെയ്തതിലോട്ടാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. ദെൻ 2 ചെയിൻ കൂടി ചെയ്തു കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡബിൾ ക്രോഷേ, നമ്മൾ ചെയിൻ ചെയ്ത 2 ചെയിൻ ചെയ്ത അതേ സ്റ്റിച്ചിൽ നിന്ന് തന്നെ ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം. ഇനിയുള്ള 11 DCs നമുക്കിനി ബാക്കിയുണ്ട്. അതിലൊക്കെ ഈ 2 വീതം, അതായത് ഇൻക്രീസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരു സ്റ്റിച്ചിൽ 2 എണ്ണം എന്നുള്ള രീതിയിൽ ഡബിൾ ക്രോഷേ ചെയ്തു കൊടുക്കാം 11 വട്ടം. അപ്പോൾ നമുക്ക് 11 തവണയും ഓരോ സ്റ്റിച്ചിലും 2 DC വീതം, അതായത് ഡബിൾ ക്രോഷേ വീതം ചെയ്യേണ്ടി വരും. അതിനുശേഷം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അവിടെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് DCയിലോട്ടാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ പോലെ സ്ലിപ്പ് സ്റ്റിച്ച് ഫസ്റ്റ് DCയിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് 2 ചെയിൻ സ്റ്റിച്ചസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ലാസ്റ്റ് റൗണ്ടിലേക്ക് കിടക്കുകയാണ്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോണത് ഡബിൾ ക്രോഷേ, 2 ഡബിൾ ക്രോഷേ വീതം ഒരു സ്റ്റിച്ചിൽ ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. ആദ്യത്തെ സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷേ, അതിനുശേഷം വരുന്ന സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ എന്നുള്ള രീതിയിൽ 11 തവണ അങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ റൗണ്ടിൻ്റെ ലാസ്റ്റ് ഒരു സ്റ്റിച്ച് റിമെയിൻ ചെയ്യും. ആ സ്റ്റിച്ചിൽ വീണ്ടും 2 ഡബിൾ ക്രോഷേ ചെയ്യാം. അങ്ങനെ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ റൗണ്ട്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും.
നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. സോ നമ്മുടെ ബോഡി പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ഹെഡാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ആ ഒരു ബോളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ബീച്ച് കളർ അക്രിലിക് യാർഡാണ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാജിക് റിംഗ് ആണ്. മാജിക് റിങ്ങിലോട്ട് 2 ചെയിൻ സ്റ്റിച്ചസ് ആഡ് ചെയ്തതിന് ശേഷം 6 സിംഗിൾ ക്രോഷയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 6 സിംഗിൾ ക്രോഷ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ആണ്. അതായത് ഓരോ സ്റ്റിച്ചസിലും 2 വീതം സിംഗിൾ ക്രോഷ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 6 തവണ ചെയ്യേണ്ടി വരും. 6 സ്റ്റിച്ചസിലും ഈ 2 വീതം സിംഗിൾ ക്രോഷ ചെയ്യുക. ദെൻ സ്ലിപ്പ് സ്റ്റിച്ച് ഒരു ചെയിനും കൂടി ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു ചെയിനും കൂടി ചെയ്യാം. സോ നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കിടക്കുകയാണ്. അടുത്ത റൗണ്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സിംഗിൾ ക്രോഷേ ചെയ്യുക. ആദ്യത്തെ സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇൻക്രീസ് ചെയ്യുക. അതായത് 2 തവണ സിംഗിൾ ക്രോഷേ ചെയ്യുക. ആദ്യത്തെ സ്റ്റിച്ചിൽ 1 തവണ സിംഗിൾ ക്രോഷേ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇൻക്രീസ് ചെയ്യാം. ഇത് റിപ്പീറ്റ് ചെയ്യാം. 6 ടൈംസ് റിപ്പീറ്റ് ചെയ്യാം. ദെൻ എഗെയിൻ നമ്മൾ പറഞ്ഞ പോലെ സ്ലിപ്പ് സ്റ്റിച്ച് ഒരു ചെയിനും കൂടി ചെയ്യാം. നമ്മൾ ഇത് ശ്രദ്ധിക്കണം. ഫസ്റ്റത്തേലാണ് നമ്മൾ സിംഗിൾ ക്രോഷ ചെയ്യണത്. രണ്ടാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. 2 സിംഗിൾ ക്രോഷ ചെയ്യുന്നുണ്ട്. അങ്ങനെ 6 വട്ടം ചെയ്തിട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുകയാണ്. സോ ഇനിയുള്ള റൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ടോട്ടലി ഇപ്പോൾ നമുക്ക് 18 സിംഗിൾ ക്രോഷ കിട്ടിയിട്ടുണ്ടാവും. ആ 18 സിംഗിൾ ക്രോഷയിലും ഓരോ സിംഗിൾ ക്രോഷ വീതം ചെയ്തു കൊടുക്കാം. 18 സിംഗിൾ ക്രോഷ ചെയ്തു കൊടുക്കാം. ഈ ഒരു റൗണ്ട് മൊത്തം നമ്മൾ എല്ലാ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ വീതം ഇട്ടിട്ട് 18 തവണ ചെയ്യാം. ദെൻ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഒരു ചെയിനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതേ സെയിം പ്രോസസ്സ് തന്നെ ഒരു 3 സ്റ്റെപ്പ് 3 റൗണ്ട് സെയിം 18 സിംഗിൾ ക്രോഷ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഒരു ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 3 സ്റ്റെപ്പ് അടുത്ത 3 റൗണ്ട്സും സെയിം 18 സിംഗിൾ ക്രോഷ തന്നെ റിപ്പീറ്റ് ചെയ്യാം. 18 സിംഗിൾ ക്രോഷ ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, 1 ചെയിൻ ചെയ്യുക, അങ്ങനെ അഗെയിൻ അങ്ങനെ 3 റൗണ്ട് ഇതേ സെയിം പ്രോസസ്സ് 3 റൗണ്ട് കൂടി ഇതേ സെയിം പ്രോസസ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം.
അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഒരു ഷേപ്പ് കിട്ടും. നമ്മൾ ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ സ്റ്റഫ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ഒരു റൗണ്ടും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റഫ് ചെയ്യാം കേട്ടോ പോളിഫൈബർ. ഇനി ഇതിൽ നമ്മൾ ഡിക്രീസ് ചെയ്യാൻ പോവുകയാണ്. ഡിക്രീസിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റത്തെ സ്റ്റെപ്പ് സിംഗിൾ ക്രോഷേ ചെയ്യുക. ദെൻ അടുത്ത അതിൽ നമ്മൾ ഇൻവിസിബിൾ ഡിക്രീസാണ്. അത് എങ്ങനെയാണുള്ളതെന്ന് ശ്രദ്ധിച്ച് നോക്കാം. നമ്മൾ ഒരു ചെയിനിൻ്റെ ഒരു സ്റ്റിച്ചിൻ്റെ ഫസ്റ്റത്തെ പാർട്ട് മാത്രം എടുക്കുക, അടുത്ത സ്റ്റിച്ചിൻ്റെ ഫസ്റ്റ് പാർട്ട് മാത്രം എടുത്തിട്ട് സിംഗിൾ ക്രോഷേ ചെയ്ത് വിടുക. ദെൻ അടുത്തത് സിംഗിൾ ക്രോഷേ, ദെൻ അഗെയിൻ ഡിക്രീസ് ചെയ്യുമ്പോൾ ഇൻവിസിബിൾ ഡിക്രീസാണ്. നമ്മൾ ആ ചെയിനിൻ്റെ സ്റ്റിച്ചിൻ്റെ ഫസ്റ്റത്തെ ഫ്രണ്ടിൽ ആ ഫ്രണ്ട് ചെയിൻ മാത്രം എടുക്കുക, അടുത്ത സ്റ്റിച്ചും കൂടി അതിൽ ആ ഒരു ഹുക്കിൽ എടുക്കുക. ദെൻ യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്തെടുക്കാം, സിംഗിൾ ക്രോഷേ ചെയ്യുന്ന പോലെ തന്നെ. ഇത് 6 തവണ റിപ്പീറ്റ് ചെയ്യുക, സിംഗിൾ ക്രോഷേ ഡിക്രീസ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ ഡിക്രീസ് ആയിട്ട് വരും. ദെൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം, ഒരു ചെയിൻ സ്റ്റിച്ചസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ ഇതിൽ സ്റ്റഫിങ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പും കൂടി ഞാനതിൽ സ്റ്റഫ് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. നമ്മുടെ ഹോള് കുറയും തോറും നമുക്കതിൽ സ്റ്റഫ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കൂടും. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കംപ്ലീറ്റ്ലി ഡിക്രീസ് ചെയ്യുകയാണ്. അതായത് നമ്മൾ നേരത്തെ സിംഗിൾ ക്രോഷേ ഡിക്രീസ് ആയിരുന്നു, ഇനി ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഡിക്രീസ് ചെയ്യുകയാണ്. ഫ്രണ്ട് ലൂപ്പ് മാത്രം എടുത്ത് ചെയിനിൻ്റെ ഫ്രണ്ട് ഭാഗം മാത്രം 2 ഒരുമിച്ച് എടുത്ത് വീഡിയോയിൽ കാണിക്കുന്ന പോലെ യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്തെടുക്കാം. അങ്ങനെ 6 തവണ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ബോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ നീഡിൽ ഉപയോഗിച്ചിട്ട് ബാലൻസ് വരുന്ന ഹോള് നമ്മൾ നീഡിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ടൈറ്റാക്കി വിടുന്നുണ്ട്. നമ്മുടെ ബോൾ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വിങ്സ് ആണ് നെക്സ്റ്റ്. വിങ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാജിക് റിങ് ചെയ്യാം, ദെൻ 2 ചെയിൻ സ്റ്റിച്ചസ് ആഡ് ചെയ്യാം, അതിലോട്ട് 6
ഡബിൾ ക്രോഷയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതിനുശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം 6 ചെയിൻ സ്റ്റിച്ചസ് ആഡ് ചെയ്ത് കൊടുക്കാം. 6 ചെയിൻ സ്റ്റിച്ചസ് ആഡ് ചെയ്തതിന് ശേഷം 4 തവണ ആ ചെയിൻ സ്റ്റിച്ചസിൽ തന്നെ നമ്മൾ 6 ചെയിൻ ചെയ്ത അതേ സ്റ്റിച്ചിൽ തന്നെ 4 ഡബിൾ ട്രിപ്പിൾ ക്രോഷയാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതായത് ഡബിൾ ട്രിപ്പിൾ ക്രോഷേ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതിൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മനസ്സിലാവും. ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ ട്രിപ്പിൾ ക്രോഷ് ചെയ്യുമ്പോൾ 2 തവണ യാൺ ഓവർ ചെയ്യും. ഇതിൽ നമ്മൾ 3 തവണ യാൺ ഓവർ ചെയ്തിട്ട് ഈ 2 വീതം 4 തവണ പുൾ ത്രൂ ചെയ്തെടുക്കുകയാണ്. അതായത് നമ്മുടെ ഹുക്കിൽ നമ്മൾ 3 തവണ യാൺ ഓവർ ചെയ്യുക. ദെൻ സെയിം സ്റ്റിച്ചിൽ തന്നെ കൊടുത്തിട്ട് ആദ്യത്തെ 2 എണ്ണം പുൾ ത്രൂ ചെയ്തെടുക്കാം. എഗെയിൻ യാൺ ഓവർ ചെയ്ത് അടുത്ത 2 എണ്ണം, അങ്ങനെ 4 തവണ നമ്മൾ ചെയ്യുന്നതിനെയാണ് ഈ ഡബിൾ ട്രിപ്പിൾ ക്രോഷേ എന്ന് പറയുന്നത്. അത് 4 എണ്ണം നമ്മൾ ഒരേ സ്റ്റിച്ചിൽ, നമ്മൾ 6 ചെയിൻ ചെയ്ത അതേ സ്റ്റിച്ചിൽ തന്നെ ചെയ്തു കൊടുക്കണം. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റിച്ചിൽ ചെയ്യാൻ പോകുന്നത് 5 ട്രിപ്പിൾ ക്രോഷയാണ്. ട്രിപ്പിൾ ക്രോഷേ എങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. 5 തവണ ട്രിപ്പിൾ ക്രോഷേ ചെയ്യണം. ട്രിപ്പിൾ ക്രോഷയിൽ നമ്മൾ 2 തവണയാണ് യാൺ ഓവർ ചെയ്യുക. ദെൻ അടുത്ത സ്റ്റിച്ചിലാണ് 5 ട്രിപ്പിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. അഞ്ച് ട്രിപ്പിൾ ക്രോഷേ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത സ്റ്റിച്ചിൽ, അതിൻ്റെ നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷേ ആണ്. സോ നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ദെൻ അതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുകയാണ്. അടുത്ത സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തതിന് ശേഷം സെയിം പ്രോസസ്സ്, സെയിം നമ്മൾ ചെയ്തത് റിപ്പീറ്റ് ചെയ്യുക. അതായത് തിരിച്ച് റിവേഴ്സ്ലി റിപ്പീറ്റ് ചെയ്യുക. ഒരു സ്റ്റിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്തു, അടുത്ത സ്റ്റിച്ചിൽ യാൺ ഓവർ ചെയ്ത് ഡബിൾ ക്രോഷേ ചെയ്യുക. ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റിച്ചിൽ 5 ട്രിപ്പിൾ ക്രോഷേ ചെയ്യുക. 5 ട്രിപ്പിൾ ക്രോഷേ ആണ്. ആദ്യത്തെ സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷേ, അടുത്ത സ്റ്റിച്ചിൽ 5 തവണ ഒരേ സ്റ്റിച്ചിൽ തന്നെ 5 തവണ ട്രിപ്പിൾ ക്രോഷേ ചെയ്യുക. അതിനുശേഷം 4 ഡബിൾ ട്രിപ്പിൾ ക്രോഷേ, അടുത്ത സ്റ്റിച്ചിൽ 4 ഡബിൾ ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ അതേ സ്റ്റിച്ചിലോട്ട് നമ്മൾ 6 ചെയിൻ ചെയ്തതിന് ശേഷം അതിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണ്. നമ്മൾ 4 തവണ ഡബിൾ ട്രിപ്പിൾ ക്രോഷേ ചെയ്തിട്ടുള്ള അതേ സ്റ്റിച്ചിൽ 6 ചെയിൻ ചെയ്ത് അതേ സ്റ്റിച്ചിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിങ്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു.
ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പാർട്സും ജോയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ബോഡി പാർട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നമ്മൾ ഒന്ന് മടക്കുക, ലൈക്ക് ഒരു രീതിയിലേക്ക് മടക്കിയെടുക്കുക. ദെൻ ആ ഒരു സെൻറ്റർ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. നീഡിൽ ഉപയോഗിച്ചിട്ട് ആ സെൻറ്റർ ഭാഗം നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അഴിഞ്ഞു പോകാത്ത വിധം നല്ല ടൈറ്റിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതേ നൂലിൽ തന്നെ നമ്മുടെ ബോൾ ഉണ്ടല്ലോ, ആ ബോളിൽ കൂടെ നമ്മൾ ആ ഒരു ബ്ലൂ നൂല് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിപ്പോൾ ഇനി ഹാങ് ചെയ്യാനുള്ളതാണെങ്കിൽ എത്ര വേണം എന്നുള്ള രീതിയിൽ നമുക്ക് ഹാങ് ചെയ്യാനുള്ള പർപ്പസും കൂടി നോക്കിയിട്ട് എത്ര യാണാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഹാങ് ചെയ്യുന്ന പോലെ നമുക്ക് അതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് മുമ്പ് ബോൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളതിൽ എക്സ്ട്രാ ഉള്ള യാൺസൊക്കെ ഹൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹൈഡ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയാം. ദെൻ ആ ഒരു ബോഡി പാർട്ടിലെ ബ്ലൂ നൂല് ഉപയോഗിച്ചിട്ട് നമ്മൾ സെൻറ്ററിൽ കൂടെ ഹെഡ് അവിടെ സെറ്റാക്കി വെക്കുകയാണ്. ഹെഡ് സെറ്റാക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എക്സ്ട്രാ ത്രെഡ് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ പിന്നെ വിങ്സും കൂടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മിനി ഏഞ്ചൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടൈറ്റ്ലി എല്ലാം തുന്നി വെക്കണം. പിന്നീട് അത് പോകാത്തതുപോലെ അത് മാത്രം ശ്രദ്ധിക്കാം. അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ വിങ്സും കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കുഞ്ഞൻ മാലാക ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതുപോലത്തെ ക്രോഷ്യോ റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ട്യൂട്ടോറിയൽസും വീഡിയോസും നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും അത് കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.